ഏറ്റവും കൂടുതൽ ബേസിലേട്ടൻ കൈയടിച്ചത് ടോവിച്ചേട്ടന്റെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ടുള്ള എൻട്രിക്കാണ്. എഴുന്നേറ്റ് നിന്നിട്ടാണ്. എനിക്ക് തോന്നുന്നത് ബേസിലേട്ടന്റെ ഇൻട്രോസിലോ ബേസിലേട്ടന്റെ സീൻസിലൊന്നും പുള്ളി ഇത്രയ്ക്ക് കൈയടിച്ചിട്ടില്ല. ചേട്ടന്റെ ഇൻട്രോ വന്നപ്പോ പുള്ളി എഴുന്നേറ്റ് നിന്നായിരുന്നു കൈയടിച്ചത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ദ പവർ ഓഫ് യുവർ ഫ്രണ്ട്ഷിപ്പ്. അത് അല്ല ഇത് നമ്മൾ ഈ തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ കുറച്ച് നാളായിട്ട് അറിയാവുന്നതും നന്നായിട്ട് അറിയാവുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഇപ്പൊ നമ്മള് സ്നേഹമാണെങ്കിലും അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തൊന്നും വരില്ല. എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മൾ പൊതുവേ നമ്മൾ മലയാളികൾ അല്ലേ, നമ്മളെ വീട്ടിലൊക്കെ പോയിട്ട് അപ്പനമ്മേനൊന്നും കെട്ടിപ്പിടിച്ച് ഐ ലവ് യു അപ്പ എന്നൊന്നും പറയില്ലല്ലോ. നമുക്കത് ഉള്ളിലുണ്ടാവും, എന്ന് ഭയങ്കര സ്നേഹം ഉള്ളിലുണ്ടാവും. ആരോടാണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് അത്രയ്ക്കും എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മൾ എന്നുള്ളതാണ്. ഞാനിപ്പോ എന്റെ ചേട്ടനായിട്ടാണെങ്കിലും ഞാൻ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് എന്താ പറയാ ഒരു ഇങ്ങനെ എപ്പോഴെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി എന്നൊന്നും പറയില്ലല്ലോ. അതല്ലാതെയുള്ള ജസ്റ്റേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മൾ വാക്കാൽ അങ്ങനെയുള്ള പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അതേപോലെ ഒരു എക്സ്പ്രഷനാണ്. ഞാനില്ലാത്തപ്പോ എനിക്ക് വേണ്ടി കൈയടിച്ചു, ഞാൻ ഉള്ളപ്പോ കൈയടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. അങ്ങനെ തന്നെ പറയാൻ നല്ല, പക്ഷെ ഞാൻ കണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു അപ്പൊ എന്തുകൊണ്ട് ആ സമയത്ത് കുട്ടി കൈയടിച്ചില്ല? ഞാൻ കൈയടിച്ചോണ്ട് നിന്നപ്പോഴാണ് ബേസിലേട്ടൻ കൈയടിക്കുന്നത് കണ്ടത്. ഓക്കെ, അങ്ങനെ. പക്ഷെ ആദ്യം തന്നെ ബേസിലേട്ടൻ ഈ മൂവി കഴിഞ്ഞ് വിളിച്ചപ്പോ ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താ? ഓർമ്മയില്ലാതെ പറയാൻ അല്ല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ബേസിലേട്ടൻ ഫസ്റ്റ് ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് തിയേറ്റർ റെസ്പോൺസ് കണ്ടു കഴിഞ്ഞിട്ട് ടോവിച്ചേട്ടനെ വിളിച്ചല്ലേ ഫസ്റ്റ് പറഞ്ഞതെന്താ ഓർമ്മ? ഹലോ, ഓക്കെ ഫൈൻ, താങ്ക്സ്. അല്ല, എനിക്ക് ശരിക്കും അത് എന്താന്ന് ഓർമ്മയില്ല. പക്ഷെ നമ്മൾ ഇതന്നെ സിനിമയുടെ സന്തോഷം പങ്കുവെച്ച് തന്നെയാണ്. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ ഒരു സിനിമയില് ഈ അണിയറ പ്രവർത്തകരോട് നിൽക്കുമ്പോ തന്നെ പറയണം, ഈ മൂവി കൊണ്ടുവന്നതെന്നൊന്ന് പറയോ? അത് ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ടല്ലോ, അതിനേക്കാളും നന്നായിട്ട് വിനീതേട്ടൻ പാടിയിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങനെ സ്റ്റേജിൽ പാട്ട് പാടലും ഡാൻസ് കളിക്കലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ചെയ്യാറില്ല അധികം. അല്ല, ഞാൻ ചെയ്യാറില്ല. ഞാനത് സ്വയം തോന്നി ചെയ്യാതിരിക്കുന്നതാണ്. അപ്പൊ വേറെ ആരും നിർബന്ധിച്ചാലും ചെയ്യണമെന്നില്ല. അത് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിയുമ്പോ കുത്തിരി പിടിച്ച് മേടിക്കുന്നതായിരിക്കും. എവിടെ അനന്തോടെ അല്ല, പറ്റിക്കില്ല. പരിചയമുള്ള ആൾക്കാരാണ്, ഇനിയും കാണേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷനില്ല. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഭയങ്കര ഫൈറ്റ് എന്ന് പറയാൻ മാത്രം ഉണ്ടായിരുന്നില്ല അതിനകത്ത്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. എനിക്കതല്ലാതെ കുറെ ഉണ്ടായിരുന്നു അല്ലേ. മറ്റേ അവൻ എന്നെ എന്താ പറയാ ഡിഡിയുമായി അവൻ രക്ഷപ്പെട്ടു പോയി, പിന്നീട് എന്നെ വട്ടോട്ട് പിടിക്കുന്നതാണല്ലോ. അപ്പോൾ ഇതെന്താ വെച്ചാല് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് പരിചയമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നേരത്തെ കൊള്ളാതെ ഇടിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദയാണ്. ആ മര്യാദ രണ്ടുപേരും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ ചില ഷോട്ടുകളുടെ ആംഗിളും അതിന്റെ ലെൻസിങ്ങും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇടിച്ചാലേ ഇടികൊണ്ട പോലെ തോന്നുള്ളൂ എന്നുള്ളത്. അതാണെങ്കിൽ പോലും നമ്മളൊരു 100% തോന്നിപ്പിക്കാനായിട്ട് ചിലപ്പോൾ 25% ഇടിയൊക്കെ ഇടിക്കേണ്ടി വരും. അതാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് സർപ്രൈസ് ഒന്നുമില്ല, പറഞ്ഞിട്ട് അങ്ങനെ ഇടിക്കുകയുള്ളൂ. അപ്പൊ ഇതിനകത്ത് അങ്ങനെ പരിക്കുകളൊന്നും പറ്റുന്ന പോലത്തെ അങ്ങനത്തെ റിസ്കി ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനകത്ത്. അതായത് ആൾക്കാരൊരു ആവേശത്തിന്റെ പുറത്തൊക്കെ അത് ചെയ്യുന്നതായിരിക്കും, അല്ലാതെ മനഃപൂർവ്വം ആ സിനിമയ്ക്ക് ഒരു ദോഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് ആവണമെന്നില്ല. പക്ഷെ ഇത് നമുക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ ഡിസ്കഷൻസ് വരുന്ന സമയത്ത് ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആവുമായിരിക്കും. അവര് അത് ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ളവരുടെ പലരുടെയും ആസ്വാദനത്തിനെ അവര് എന്താ പറയാ ഹനിക്കുകയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കുമല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. അപ്പൊ അങ്ങനെ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കും ആ സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ദിവസം തന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വരില്ലല്ലോ. വരും ദിവസങ്ങളിൽ കാണാതിരിക്കുന്നവർക്കും ഇവർക്ക് കിട്ടിയ, അതായത് ആ നമ്മൾ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. ആ ഇൻട്രസ്റ്റിങ്ങും അതേ ആ ഒരു ഫീല് തന്നെ മറ്റുള്ളവർക്ക് കൂടെ കിട്ടേണ്ടതാണ്. എല്ലാവർക്കും അങ്ങനെ കാണാനൊരു അവകാശമുണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ച് കഴിവതും ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതൊരു മാന്യതയായിരിക്കും.